ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിലെ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ 10-ാം അധ്യായം വരെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. 10-ാം അധ്യായം വരെ 9 ബാധകളെ മോശ മുഖാന്തരം മിസ്രൈമിൽ ഇറങ്ങുന്നതായി നമ്മൾ കണ്ടു. ഒന്നാമത് ജലം രക്തമായി മാറി, 2 തവളകൾ അവിടെ പെരുകി, 3 പേൻ പെരുകി, 4 ഈച്ചകൾ വർദ്ധിച്ചു, 5 മൃഗങ്ങൾ ചാകുന്നു, 6 വ്രണങ്ങൾ ബാധിക്കുന്നു, 7 കൽമഴ, 8 വെട്ടുക്കിളി, 9 അന്ധകാരം. 10-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം മോശയോട് പറയുന്നു, ഇനി കടിഞ്ഞൂൽ സംഹാരം നടക്കാൻ പോവുകയാണ്. 9 ബാധകളൊക്കെ ഇറങ്ങിയപ്പോൾ മോശ ഫറവോനോട് പറഞ്ഞു, ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കണം. അപ്പോൾ ഫറവോൻ അത് സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മൃഗങ്ങളെ നിങ്ങൾ കൊണ്ടുപോകണ്ട, നിങ്ങൾ പോയി ആരാധിച്ചിട്ട് വരിക. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളുടെ മൃഗങ്ങളെ കൂടി കൊണ്ടുപോകണം, അതിന് ഞങ്ങൾക്ക് ദൈവത്തിന് യാഗമർപ്പിക്കാനുള്ളതാണ്. ഏതാണ് നല്ലതെന്ന് തീയതെന്ന് ദൈവമാണല്ലോ നിശ്ചയിക്കുക, അതുകൊണ്ട് ഞങ്ങൾ അതിനെ കൂടി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മോശ കോപിച്ചിട്ട് പറയുന്നു, ഇനി നീ എൻ്റെ മുന്നിൽ നിൻ്റെ മുഖം എനിക്ക് കാണാൻ പാടില്ല, എൻ്റെ മുമ്പിൽ നിന്ന് നീ പോകണം. മോശ അവിടെ നിന്ന് പോയി. അപ്പോൾ യഹോവയായ ദൈവം പറയുന്നു, ഇനിയൊരു സംഹാരം ഞാൻ അയക്കും, അത് കടിഞ്ഞൂൽ സംഹാരമാണ്. അതോടുകൂടി മോശ നിങ്ങളെ വിട്ടയക്കേണ്ട സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ അത് കേട്ടിട്ട് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, ആ കടിഞ്ഞൂൽ സംഹാരം ഫറവോൻ്റെ കൊട്ടാരം മുതൽ തിരികലിൽ പൊടിക്കുന്ന ദാസിയുടെ ഏകജാതൻ വരെ അവിടെ മരിക്കും. മൃഗങ്ങളിൽ പോലും ആദ്യമുണ്ടായതൊക്കെ ചാകുന്ന അനുഭവം ഉണ്ടാകും. അപ്പോൾ അനുഭവം ഉണ്ടാകുമ്പോൾ അവൻ നിങ്ങളെ വിട്ടയക്കുവാൻ നിർബന്ധിതനാകും എന്ന് പറഞ്ഞ് ദൈവം മോശയെ അവിടുന്ന് ശക്തീകരിക്കുകയാണ്. ഈ കാര്യം മോശ ഫറവോനോട് ചെന്ന് പറയുകയും, അപ്പോൾ ഫറവോനെ തല്ലി പറഞ്ഞതിന് ശേഷം മോശ അവിടെ നിന്ന് കോപിച്ച് മടങ്ങിപ്പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഈ 11-ാം അധ്യായം വളരെ ചെറിയൊരു അധ്യായമാണ്. ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യഹോവയായ ദൈവം ഈ 10 ബാധകൾ അവിടെ ഇറക്കി താനാണ് യഥാർത്ഥ ദൈവമെന്നും അവിടെ വെളിവാക്കുന്ന ഒരു വലിയ സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുന്നത്. പക്ഷേ അതൊരിക്കലും ആ ഫറവോനെ അനേക അനുഭവങ്ങൾ കൊണ്ടൊക്കെ ഇത് കണ്ടതാണ്. യഹോവയായ ദൈവം 11-ാം അധ്യായത്തിൽ മോശയോട് ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെയും മിസ്രൈമ്യരോട് വെള്ളി ആഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളൊക്കെ ചോദിച്ചു വാങ്ങണം. അവർ നിങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം അതിനുള്ള ക്രമീകരണം ദൈവം അവിടെ ചെയ്യും. ഇത്രയും ഈ 9 ബാധകൾ അവിടെ ഇറങ്ങിയതോടുകൂടി അവിടുത്തെ സാധാരണ ജനത്തിനും അതിൻ്റെ സേവകന്മാർക്കും എല്ലാം മനസ്സിലായി, മോശ പറയുന്നതാണ് യഥാർത്ഥ ദൈവം, അവരെ വിട്ടയക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നിങ്ങളോട് ബഹുമാനം തോന്നും. അപ്പോൾ അവർ നിങ്ങൾക്ക് നൽകും. എന്തുകൊണ്ടാണ് അവരോട് ഇത് ചോദിച്ച് വാങ്ങുന്നത്? നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. 400-ൽ പരം വർഷങ്ങൾ ഇസ്രായേൽ ജനത്തെ അതികഠിനമായി പീഡിപ്പിച്ച, അവരെ കൊണ്ട് അതികഠിനമായ വേല ചെയ്തിട്ട് അതിന് ആവശ്യമായ പ്രതിഫലം നൽകാതെ അതൊക്കെ ഈ മിസ്രൈമിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം അതിന് ദൈവം നീതിയുള്ള ദൈവമാണ്. വേല ചെയ്യുന്നവന് കൂലി ലഭിക്കണമെന്നുള്ള ദൈവികമായ നീതിയാണ്. അതിനുള്ള ക്രമീകരണമാണ് ദൈവം ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12, 13 അധ്യായങ്ങൾ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നതും മിസ്രൈമരെല്ലാം അവർക്ക് നൽകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പ്രശ്നം ഇവിടെ ജനത്തിൻ്റേതല്ല. സാധാരണ ജനങ്ങൾക്ക് ഇതൊക്കെ ഒരു ചെറിയ സംഭവം കണ്ടാലും അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഫറവോൻ്റെ ഹൃദയമാണ് കൂടുതൽ കഠിനമാക്കുക. കാരണം 400 വർഷത്തോളം ഈ ജനത്തെ പീഡിപ്പിച്ചതിൻ്റെ ശിക്ഷ അവർ അനുഭവിക്കേണ്ടത് ആവശ്യമാണല്ലോ. അതുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചതുപോലെ
നമ്മളും ഫറവോന് തുല്യമായ മനോഭാവത്തോടെ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. അനേക അനുഭവങ്ങളിലൂടെ, ജീവിത സാഹചര്യങ്ങളിലൂടെ ദൈവം നമുക്ക് അത്ഭുതകരമായ വിടുതൽ അനേക പ്രാവശ്യം നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അനേക അടയാളങ്ങളെ ദൈവം നമുക്ക് കാട്ടിത്തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ വിശ്വസിച്ച് ദൈവികമായ വചനത്തിലും ദൈവത്തിലും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ച് നീതിയുള്ള ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.